വല്യമ്മച്ചി അമ്മൂനെയും വിളിച്ചുകൊണ്ട് ഹാളിലേക്ക് ചെന്ന് സോഫയിലിരുന്ന് അവളോട് വിശേഷങ്ങൾ ഓരോന്നും ചോദിക്കാൻ തുടങ്ങി. പിന്നീട് വല്യമ്മച്ചി ഓരോരുത്തരെയും അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ഓരോരുത്തരെയും മാറി മാറി അവളോട് സംസാരിച്ചു. വല്യപ്പച്ചൻ അവളുടെ നെറുകയിലൊന്ന് തലോടി. റോസിയമ്മയെ അവളെ ചേർത്ത് പിടിച്ചു. മാത്യുച്ചനും മിക്കിയപ്പയും അവളെ നോക്കി പുഞ്ചിരിച്ചു. എല്ലാ പേരും അമ്മൂനോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് ഒരു പുഞ്ചിരിയോടെ നോക്കിക്കാണുമായിരുന്നു അലക്സ്. അപ്പോഴാണ് അവളോടൊന്നും മിണ്ടാതെ നിർവികാരതയോടെ അവളെ നോക്കി നിൽക്കുന്ന എൽസമ്മയെ അവൻ കാണുന്നത്. അവന്റെ കണ്ണുകളൊന്ന് കുറുകി. അവൻ എൽസമ്മയെ തന്നെ നോക്കി നിന്നു. ഇതെല്ലാം മറ്റൊരാൾ കൂടി കാണുന്നുണ്ടായിരുന്നു. അവരുടെ എല്ലാ സ്നേഹപ്രകടനങ്ങൾ ഒരു പുഞ്ചിരിയോടെ അവൾ ആസ്വദിച്ചു. ഒരു നിമിഷം അവൾക്ക് തന്റെ അച്ഛനെ അമ്മയെ ഓർമ്മ വന്നു. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞ വാക്കുകളും. ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആരോ തന്റെ കണ്ണുനീർ ഒപ്പുന്നത് കണ്ടാണ് അമ്മ മുഖം തിരിച്ചു നോക്കിയത്. വല്യമ്മച്ചി അവളുടെ കണ്ണുനീർ ഒപ്പി അവളുടെ നെറുകിൽ ചുണ്ടുകൾ ചേർത്തു. ഒന്നും ഓർക്കണ്ട, മോളെ വേണ്ടാത്തവരൊക്കെ പോട്ടെ. ആരില്ലെങ്കിലും ഞങ്ങളുണ്ട് മോൾക്ക്. ഇത് മോളുടെ കൂടി വീടാ. ഇനി അങ്ങനെ കരുതാവും കേട്ടോ, അവർ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് അവൾ അവരെ നോക്കി തെളിച്ചമില്ലാത്തൊരു പുഞ്ചിരി നൽകി. ലീനക്കൊച്ചെ, നീ മോളെ കൂട്ടിക്കൊണ്ടുപോയി ഫ്രഷ് ആയി വാ. ഞങ്ങളെപ്പോഴേക്കും കഴിക്കാനെടുക്കാം. എല്ലാവരും വിശന്നിരിക്കുവല്ലയോ? അയ്യോ വല്യമ്മച്ചി, ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ഞങ്ങൾ വരുമ്പോഴേക്കും വല്യമ്മച്ചിയുടെ സ്പെഷ്യൽ പൊറോട്ടയും ബീഫ് ഒലത്തി എടുത്തു വെച്ചോ. നിന്റെ വയറെന്താ, പെരുവയറും കുറ്റിയാണോ? കുറച്ച് മുന്നേയിലേടി 4-5 അപ്പവും മട്ടൻ സ്റ്റൂവും കഴിച്ചത്. അത് നേരത്തെ അല്ലേ? അതൊക്കെ ദഹിച്ചിട്ട് മണിക്കൂർ 2 അതും പറഞ്ഞുകൊണ്ട് അവൾ അമ്മൂനെയും കൊണ്ട് റൂമിലേക്ക് പോയി. അവളുടെ പോക്ക് കണ്ട് എബി വായും തുറന്നു നിന്നു. അവർ പോയതും അലക്സ് എൽസമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മ ഇവിടെ വന്നത് മമ്മിക്ക് ഇഷ്ടമായിട്ടില്ലേ? ഒരു മുഖവുരയും കൂടാതെ അലക്സ് അങ്ങനെ ചോദിച്ചതും എൽസമ്മ ഒന്ന് പതറി. എനിക്കെന്നത്തിനാ ഇഷ്ടക്കേട്? ഒന്ന് പതറിയെങ്കിലും സംയമനം പാലിച്ചുകൊണ്ട് അവർ പറഞ്ഞു. പിന്നെന്താ അമ്മ അവളോടൊന്നും മിണ്ടാത്തെ? അവന്റെ മുഖം ഗൗരവത്തിൽ തന്നെ ഇരുന്നു. അത് എല്ലാരും സംസാരിക്കുമായിരുന്നില്ലേ, അതുകൊണ്ടാ ഞാൻ മിണ്ടാതെ നിന്നെ. ഇനിയും സമയമുണ്ടല്ലോ, അതിവിടെ തന്നെ കാണില്ലേ? അവൻ അലക്സ് ഒന്ന് മൂളിക്കൊണ്ട് അവന്റെ റൂമിലേക്ക് പോയി. അവൻ പോയതും എല്ലാവരും അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. ഒടുവിൽ അവിടെ മാത്യു ചെയ്യാനും എൽസമ്മയും മാത്രമായി. അയാൾ അവിടെ അരികിലേക്ക് നടന്നു. നിന്റെ മനസ്സിൽ എന്നതാണെന്ന് അലക്സ് അറിഞ്ഞാൽ എന്താ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അവരുടെ തൊട്ടു മുന്നിൽ ചെന്ന് അയാൾ അങ്ങനെ പറഞ്ഞതും അവർ ഞെട്ടിത്തരിച്ച് അയാളെ നോക്കി. ഇച്ചായൻ എന്നതാ പറയുന്നേ? എന്റെ മനസ്സിൽ എന്നതാന്നാ? ഒരു വിറയലോടെ അവർ ചോദിക്കുന്നത് കേട്ട് അയാളുടെ മുഖത്ത് പുച്ഛം കലർന്ന ചിരിയുണ്ടായി. ഞാൻ ഉദ്ദേശിച്ചത് ആ നാൻസിയും നീയും ചേർന്ന് നടത്തുന്ന പ്ലാനിങ്ങിനെ കുറിച്ചാ. അയാൾ പറഞ്ഞത് കേട്ടതും അവർ പരിഭ്രമത്തോടെ അയാളെ നോക്കി. എന്നതാ, ഇപ്പൊ ഒന്നും പറയാനില്ലയോ നിനക്ക്? ഇച്ചായ, ഞാൻ അവർ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അയാൾ കൈയെടുത്ത് വിലക്കി. എന്ത് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ഓർത്താ മതി. മറുവശം നിൽക്കുന്നത് നിന്റെ മോനാണെന്ന്. അതും പറഞ്ഞുകൊണ്ട് അയാൾ പോയി. അപ്പോഴും ഒരു ശീല പോലെ അവർ അവിടെ നിന്നു. റൂമിലേക്ക് കയറിയ അമ്മു അവിടെ മുഴുവൻ കണ്ണോടിച്ചു. അത്യാവശ്യം വലിയൊരു മുറിയായിരുന്നു അത്. റൂമിന് നടുക്കായി ക്യൂൺ സൈസ് ബെഡ്, ഒരു സൈഡിൽ വാർഡ്രോബ് ഡ്രസ്സിംഗ് ഏരിയ, വാഷ്റൂം, മറു സൈഡിൽ ചെറിയ കോർണർ സൈസ് സോഫ സെറ്റ്. അവളൊരു പുഞ്ചിരിയോടെ എല്ലാം നോക്കിക്കണ്ടു. തോളിലൊരു കരസ്പർശയേറ്റാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. തന്നെ നോക്കി നിൽക്കുവാണ് ലീന. എന്നതാ, എന്റെ റൂം ഇഷ്ടായോ? പിന്നെ അടിപൊളിയല്ലേ? അവൾ ഒന്നുകൂടി അവിടെ കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിനേക്കാൾ സൂപ്പർ റൂമാ അലക്സിച്ചായന്റെ. അധികം വൈകാതെ പൊന്നുമോൾക്ക് അങ്ങോട്ട് പ്രൊമോഷൻ തരാം. അത് അവൾ കുറച്ച് ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞത്. എന്താ? അവളുടെ പിറുപിറുക്ക കണ്ടതും അമ്മു ചോദിച്ചു. എന്ത്? നീ എന്താ പറഞ്ഞേ? ഓ, ഒന്നുമില്ല. ഇച്ചായന്റെ നല്ല റൂമാണെന്ന് പറഞ്ഞതാ. നീ പോയി ഫ്രഷ് ആയിട്ട് വാ, എനിക്ക് വിശന്നിട്ട് വയ്യ. എബിച്ചായൻ പറയുന്നത് ശരിയാ, നിന്റെ വയറ്റിലെന്തോ കൊക്കോപ്പുഴുണ്ട്. ഓ, നിന്റെ ഒരു ഇച്ചായൻ അങ്ങക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഏത് നേരം എന്നെ ചൊറിയാനായി വരും. നീ അങ്ങോട്ട് ചെന്നിട്ടല്ലേ ഇച്ചായൻ നിന്നെ ചൊറിയുന്നേ? ഓ, നീ അങ്ങയുടെ സൈഡാണല്ലോ. ലീന മുഖം കുറിപ്പിച്ച് തിരിഞ്ഞു നിന്നു. അച്ചോടാ, എന്റെ ലീനെ കൊച്ച് പിണങ്ങിയോ? ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ. അമ്മ അവളുടെ താടി കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ഞാൻ മിണ്ടൂല. ഓഹോ, അപ്പൊ ലീനെ കൊച്ചെന്നോട് പിണക്കമാണല്ലേ? ആ അതെ, അവൾ ഏറെ കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആഹാ, എങ്കിൽ എനിക്കൊന്നും കാണണമല്ലോ. അതും പറഞ്ഞുകൊണ്ട് അവൾ ലീനയെ ഇക്കിളിയാക്കാൻ തുടങ്ങി. അയ്യോ അമ്മൂട്ടി മതി, എനിക്കിന്ന് ചിരിക്കാൻ വയ്യേ. അയ്യോ, ഇനി എന്നോട് പിണങ്ങോ? അവൾ വീണ്ടും ഇക്കിളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അയ്യോ ഇല്ലേ, എന്റെ അമ്മൂസിനോട് ഞാൻ പിണങ്ങോ? നോ, നെവർ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് രണ്ടുപേരും കൂടി കട്ടിലേക്ക് വീണു. പരസ്പരം മുഖത്തേക്ക് നോക്കി. പിന്നെ അതൊരു പൊട്ടിച്ചിരിയായി മാറി. നീ എപ്പോഴും ഇതുപോലെ സന്തോഷവതിയായിരിക്കണം അമ്മു. ഇനി ഒന്നിന്റെ പേരിലും സങ്കടപ്പെടരുത്. വല്യമ്മച്ചി പറഞ്ഞ് കേട്ടില്ലേ? ഇത് നിന്റെ കൂടി വീടാ, അങ്ങനെ കാണാവൂ കേട്ടോ. ഒന്ന് മുഖം വാങ്ങിയെങ്കിലും അവൾ ചിരിച്ചുകൊണ്ട് അതിനൊന്ന് മൂളി. അപ്പൊ ഞാൻ പോയി ഫ്രഷ് ആയി വരാം.
അതും പറഞ്ഞ് ലീന വാഷ്റൂമിലേക്ക് പോയി. അമ്മു അവൾ പോയ വഴി ഒന്ന് നോക്കിയിട്ട് ബാഗ് തുറന്ന് കുളിച്ചിട്ടിടാനുള്ള ഡ്രസ്സ് എടുത്തു വെച്ചു. എന്തായി, അവൾ വന്നോ? ഫോണിന്റെ മറുവശത്ത് നിന്നുള്ള ചോദ്യം കേട്ടതും എൽസമ്മ അതിനൊന്ന് മൂളി. ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞാൽ മതി. ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അവൾ അപ്പൊ തന്നെ അവിടുന്ന് പൊക്കോളും. അതൊന്നും നടക്കുമെന്ന് തോന്നില്ല നാൻസി. അലക്സ് ഒരിക്കലും സമ്മതിക്കില്ല. എന്ന് ഞാൻ അവളോടൊന്നും മിണ്ടാത്തതിന് തന്നെ അവന്റെ ദേഷ്യം ഞാൻ കണ്ടതാ. അപ്പൊ ഞാൻ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ തുനിഞ്ഞാൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഒരു നിശ്ചയവും ഇല്ല. ആന്റി എന്നതാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പൊ അലക്സ് ചായന്റെ പെണ്ണായിട്ട് ഒരു രണ്ടാം കെട്ടുകാരി വരണമെന്നാണോ? ഒരുത്തന്റെ കൂടെ 6 മാസത്തോളം കഴിഞ്ഞവളെയാണോ ഈ ചായന്റെ പെണ്ണാക്കുന്നത്? എൽസമ്മയുടെ മനസ്സ് മാറുന്നു എന്ന് തോന്നിയത് നാൻസി അടവ് മാറ്റി. അവർ തമ്മിൽ മിന്നുകെട്ടിയ ബന്ധം മാത്രമേ ഉള്ളൂവെന്ന ലീന പറഞ്ഞു. എന്റെ ആന്റി, ഇതൊക്കെ അവൾ പറഞ്ഞ അറിവല്ലേ? അവരുടെ പ്രീതി പറ്റാനായി അവൾ നുണ പറഞ്ഞതാവും. പിന്നെ അവൾ അവരോട് പറഞ്ഞ കഥയിൽ നുണ തന്നെയാവും. പാതിരാത്രി അവളുടെ മുറിയിൽ നിന്ന് ഒരുത്തനെ പിടിച്ചിട്ട് അത് ട്രാപ്പാണെന്ന് പറഞ്ഞ അത് അത്രയ്ക്ക് ബിലീവബിൾ അല്ല. ആന്റി തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അവളുടെ സ്വഭാവം മോശമായത് കൊണ്ടാ അവർ അവളെ ഇറക്കി വിട്ടത്. അതിന് അവൾ ഉണ്ടാക്കിയതാ ഈ ട്രാപ്പ് സ്റ്റോറി. നാൻസി അങ്ങനെ പറഞ്ഞതും എൽസമ്മ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. ആന്റി നന്നായിട്ട് ആലോചിക്കും, ഞാൻ പിന്നെ വിളിക്കാം. അതും പറഞ്ഞൊരു ഗൂഢസ്മിതത്തോടെ നാൻസി ഫോൺ കട്ട് ചെയ്തു. ഫോൺ വെച്ച ഉടനെ അവൾ അതിൽ വാൾപേപ്പറായി ഇട്ടേക്കുന്ന അലക്സിന്റെ ഫോട്ടോയിൽ നോക്കി മന്ത്രിച്ചു. നീ എന്റെ മാത്രം, ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ. അതിനുവേണ്ടി എന്തും ഞാൻ ചെയ്യും. ആരെ കൊല്ലേണ്ടി വന്നാലും അതിന് മടിക്കില്ല ഞാൻ. അനാമി, ഇപ്പൊ നീയാണ് എനിക്ക് തടസ്സം. വെട്ടി മാറ്റും തന്നെ ഞാൻ, അവൾ അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കിയ എൽസമ്മ ഒരു നിമിഷം തറഞ്ഞു നിന്ന് പോയി. കണ്ണിൽ തീയുമായി അവരെ നോക്കി നിൽക്കുന്ന മാത്യു ചായനെയാണ് അവിടെ കണ്ടത്. അയാൾ അവരുടെ അടുത്തേക്ക് വന്ന് അവരുടെ കരണം നോക്കി ഒന്ന് കൊടുത്തു. എൽസമ്മ മാത്യുച്ചന്റെ പ്രവൃത്തിയിൽ പകച്ചു നിന്നുപോയി. കാരണം ഇന്ന് വരെ മാത്യുച്ചനെ എൽസമ്മയെ തല്ലിയിട്ടില്ല. എന്തെങ്കിലും വഴക്കുണ്ടായാലും ചീത്ത പറയുമെന്നല്ലാതെ ഇതുവരെ കൈവച്ചിട്ടില്ല. അവർ കവിളി കൈവച്ച് കണ്ണ് നിറച്ചുകൊണ്ട് അയാളെ തന്നെ നോക്കി. മാത്യുച്ചന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരിക്കുമായിരുന്നു. നിന്നോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാ, അലക്സിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി നിന്റെ ഭാഗത്തൊന്നും ഉണ്ടാകരുതെന്ന്. അവൻ സന്തോഷത്തോടെ ഇരിക്കുന്നത് നിനക്കെന്താ സഹിക്കുന്നില്ലേടി? മാത്യുച്ചന്റെ വാക്കുകൾ ഒരു ഞെട്ടലോടെയാണ് എൽസമ്മ കേട്ടത്. ഇച്ചായ, ഞാൻ അവർ ദയനീയതയോടെ അയാളെ വിളിച്ച് എന്തോ പറയാൻ തുടങ്ങിയതും അയാൾ ചുണ്ടിന് മീത് ചൂണ്ടുവിരൽ ചേർത്ത് ശബ്ദിക്കരുതെന്ന് ആംഗ്യം കാട്ടി. നീ ഇനി ഒരു അക്ഷരം ഇടിപ്പോകരുത്. ഞാൻ അവസാനമായിട്ട് പറയുക, മറ്റോളുമായി ചേർന്ന് ആ കൊച്ചിനെതിരെ നീ എന്തെങ്കിലും ചെയ്ത പിന്നെ ഇതുവരെ കണ്ട മാത്യു വർഗീസിനെ ആയിരിക്കില്ല നീ കാണുന്നത്. എന്റെ മകന്റെ സന്തോഷമാണ് എനിക്ക് വലുത്, അത് നീ മറക്കണ്ട. അതും പറഞ്ഞ് അയാൾ അവരെ രൂക്ഷമായി നോക്കിയിട്ട് അവിടെ നിന്നും പോയി. മാത്യുച്ചന്റെ വാക്കുകൾ ഏൽപ്പിച്ച ആഘാതത്തിൽ എൽസമ്മ തറഞ്ഞു നിന്ന് പോയി. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. 3 ഏക്കറോളം വിസ്തൃതിയിൽ കിടക്കുന്ന പുരയിടമാണ് അലക്സിന്റെ തറവാട്. അവിടെ കാപ്പി, ഏലം, കുരുമുളക് അങ്ങനെ ഒരുപാട് കൃഷി ഇനങ്ങളുണ്ട്. വല്യപ്പച്ചനാണ് ഇതിന്റെയൊക്കെ മേൽനോട്ടം. അവർ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു. വല്യമ്മച്ചിക്ക് അമ്മുവിനെ വിടാൻ വിഷമമായതുകൊണ്ട് ഒരാഴ്ച കൂടെ ലീവ് എടുത്തു. അമ്മുവും ലീനയും കൂടെ അവിടെ മുഴുവൻ പാറി നടന്നു. അമ്മുവിന് അവിടെ ഒക്കെ ഒരുപാട് ഇഷ്ടമായി. പറമ്പൊക്കെ കണ്ട് തിരികെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്നത് കണ്ടത്. കാറിൽ നിന്നും സ്ലീവ്ലെസ് ടോപ്പ് ജീനും ധരിച്ച ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു. ഓ, കുരിശി ലാൻഡ് ചെയ്തോ? ലീന ഈർഷ്യയോടെ പറയുന്നത് കേട്ട് അമ്മു അവളെ നോക്കി. ഇതാ ഞാൻ പറഞ്ഞ കുട്ടിപ്പിശാച്ച്. ഇച്ചാന്റെ പിന്നാലെ നടപ്പാ മെയിൻ പണി. എത്ര ആട്ടി ഓട്ടിച്ചാലും പിന്നെ നാണമില്ലാതെ കേറി വരും. ശല്യം. ലീന അത് പറഞ്ഞതും മുൻപൊരിക്കൽ അവളെ കുറിച്ച് ലീന പറഞ്ഞത് അമ്മു ഓർത്തു. അമ്മു ആ പെൺകുട്ടിയെ ഒന്ന് നോക്കി. നല്ല വെളുത്ത് കൊലുന്നനെയുള്ള പെൺകുട്ടി. മുഖം നിറയെ എന്തൊക്കെയോ തേച്ചു പിടിപ്പിച്ചിരിക്കുന്നു. ഓവർ മേക്കപ്പ് ആണ്. പക്ക മോഡേൺ പെൺകുട്ടി. അലക്സിന്റെ പിന്നാലെയാണ് അവൾ നടക്കുന്നതെന്ന് ആലോചിച്ചതും അമ്മുവിന്റെ മുഖമൊന്ന് വാടി. എങ്കിലും അവൾ അത് സമർത്ഥമായി മറച്ചുകൊണ്ട് ലീനയെ നോക്കി ചിരിച്ചു. അപ്പോഴേക്കും ആ പെൺകുട്ടി നേരെ വന്ന് ലീനയുടെ അടുത്ത് ചെന്ന് കെട്ടിപ്പിടിച്ചു. ഹേ അലീന, ഹൗ ആർ യു? കുറച്ചു കഴിഞ്ഞ് അവളിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് അവൾ കുശലാന്വേഷണം നടത്തി. ഐം ഗുഡ് നാൻസി. ലീന വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു. അത് നാൻസിക്ക് മനസ്സിലായി. അവളൊന്ന് നിഗൂഢമായി പുഞ്ചിരിച്ചു. അപ്പോഴാണ് അമ്മു അവിടെ നിൽക്കുന്നത് അവൾ കാണുന്നത്. നേരത്തെ തന്നെ ഫോട്ടോ കണ്ടിട്ടുള്ളത് കൊണ്ട് അവൾക്ക് അമ്മുവിനെ പെട്ടെന്ന് മനസ്സിലായി. ഇതാരാ ലീന? ഒരു പുതിയ ആള്? അവൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ ലീനയോട് ചോദിച്ചു. ഇത് അവൾ അമ്മുവിനെ പരിചയപ്പെടുത്താനായി തുടങ്ങിയപ്പോഴാണ് അവളുടെ തലയിൽ ബൾബ് കത്തിയത്. അവൾ അമ്മുവിനെ നോക്കി അർത്ഥഗർഭമായി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നാൻസിക്ക് ഇതാരാന്ന് മനസ്സിലായില്ലേ? ഇതാണ് അലക്സിച്ചാന്റെ പെണ്ണ്, എന്റെ ഏട്ടത്തി. വാട്ട്? അലക്സിന്റെ പെണ്ണോ? പെട്ടെന്ന് ലീന അങ്ങനെ പറഞ്ഞതും അവൾ പകച്ചു നിന്നു. ഒരു നിമിഷം അവരെല്ലാം ഇവരുടെ കല്യാണം തീരുമാനിച്ചു എന്ന് പോലും അവൾ സംശയിച്ചു. എന്നാൽ അതിനേക്കാൾ ഞെട്ടലോടെ നിന്നത് നമ്മുടെ അമ്മുവാണ്. അവളുടെ പറന്നുപോയ കിളികൾ ഇനിയും തിരികെ വന്നിട്ടില്ല. അവൾ അന്തം വിട്ടിരിക്കുകയായിരുന്നു. ഈശ്വര, എന്തൊക്കെയാ ഇവൾ ആ കുട്ടിയോട് പറയുന്നത്?
അവൾ സംശയത്തോടെ ലീനയെ നോക്കി. ലീന അവളെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. നീ കള്ളം പറയണ്ട ലീന, അങ്ങനെ അലക്സിന്റെ കല്യാണമായ ഞങ്ങളൊക്കെ അറിയില്ലേ? അവൾ പതർച്ചയോടെ പറയുന്നത് കേട്ട് ലീനയ്ക്ക് ചിരി വന്നു. അതവൾ മറച്ചുകൊണ്ട് നാൻസിയോടായി പറഞ്ഞു. എന്നതാ നാൻസി, ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ? എന്നാ പിന്നെ അലക്സിച്ചായനോട് തന്നെ ചോദിക്കാം, വാ. അതും പറഞ്ഞുകൊണ്ട് അവൾ നാൻസിയുടെ കയ്യും പിടിച്ച് അകത്തേക്ക് നടന്നു. ഒന്ന് സംശയിച്ചു നിന്നിട്ട് അമ്മു അവളുടെ പിന്നാലെ ചെന്നു. ലീന അവളെ കൊണ്ട് നേരെ അലക്സിന്റെ മുന്നിൽ ചെന്ന് നിന്നു. ഇച്ചായ. ഹാളിലിരുന്ന് ലാപ്പിൽ നോക്കി എന്തോ ചെയ്തുകൊണ്ട് നിന്ന അവൻ ലീനയുടെ വിളി കേട്ടാണ് മുഖമുയർത്തി നോക്കിയത്. ലീനയെ നോക്കി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റതും പിന്നെ നിൽക്കുന്ന നാൻസിയെ കണ്ട് അവന്റെ ചിരി മാഞ്ഞു. നാൻസി അവനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. ഒരു ബ്ലൂ ഷർട്ടും മുണ്ടുമാണ് വേഷം. ഷർട്ടിന്റെ മുകളിലത്തെ 2 ബട്ടൺസ് അഴിച്ചിട്ടിരുന്നതിനാൽ ചെയിനിൽ കൊരുത്തിട്ടിരിക്കുന്ന പുരുഷന്റെ ലോക്കറ്റ് വ്യക്തമായിട്ട് കാണാമായിരുന്നു. അവന്റെ ഉറച്ച ശരീരവും ഉരുക്കുപോലത്തെ കൈകളും കട്ടത്താടിയുമെല്ലാം അവൾ കൊതിയോടെ നോക്കി നിന്നു. അവളുടെ നോട്ടം കണ്ടതും അവൻ ദേഷ്യത്തോടെ ഷർട്ടിന്റെ ബട്ടൺസ് പിടിച്ചിട്ടു. അവന്റെ മുഖത്ത് തന്നോടുള്ള ദേഷ്യം കാണുന്തോറും നാൻസിയുടെ മുഖം വാടി. ഇവളെന്താ ഇവിടെ? പൊട്ടി വന്ന ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് അവൻ ലീനയോട് ചോദിച്ചു. അതിച്ചായ, നാൻസിക്ക് ഒരു സംശയം. എന്ത് സംശയം? അമ്മു അലക്സിച്ചായന്റെ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ഇവൾ വിശ്വസിക്കുന്നില്ല. ഇച്ചായൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തേ. പെട്ടെന്ന് ലീന അങ്ങനെ പറഞ്ഞത് അവനൊന്ന് ഞെട്ടി. അവൻ അവരുടെ പിറകിലായി നിൽക്കുന്ന അമ്മുവിനെ നോക്കി. അവളാണെങ്കിൽ ഇപ്പൊ താഴെ വീഴും എന്ന കണ്ടീഷനിലാണ് നിൽക്കുന്നേ. അവൻ മുഖം തിരിച്ച് ലീനയെ നോക്കിയതും അവൾ അവനെ കണ്ണിറുക്കി കാണിച്ചു. ഒരു കള്ളച്ചിരിയോടെ അവൻ വീണ്ടും നാൻസിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെ, എന്റെ പെണ്ണ അമ്മു. ഈസ്റ്ററിന് ഞങ്ങളുടെ കല്യാണം തീരുമാനിച്ചു. നിനക്ക് ക്ഷണമുണ്ടാകും, വരണം. പെട്ടെന്ന് അലക്സ് കൂടി അങ്ങനെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അമ്മുവിനെയും അലക്സിനെയും മാറി മാറി നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവളുടെ പോക്ക് കണ്ട് ചിരിച്ചുകൊണ്ട് ലീന നോക്കിയതും തന്നെ കൊല്ലാൻ ഭാഗത്ത് തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്ന അമ്മുവിനെയാണ് കണ്ടത്. അവൾ ദയനീയമായി അലക്സിനെ ഒന്ന് നോക്കി. അവൻ ആ സമയം റൂഫിന്റെ അളവെടുക്കുകയായിരുന്നു. കാലുവാരി ഇച്ചായാ. അവൾ ആത്മയടിച്ചുകൊണ്ട് അമ്മുവിനെ നോക്കി വിളിച്ചു കാണിച്ചു. അപ്പോഴേക്കും അമ്മുവിന് സ്ഥായി ഭാവം തന്നെയായിരുന്നു, വലിപ്പ്. ഓ, ദാ വരുന്നു മമ്മ. ഇപ്പൊ വരാ ഇച്ചായ, അമ്മ വിളിക്കുന്നു. അവൾ അതും പറഞ്ഞുകൊണ്ട് അമ്മുവിനെ ഒളികണ്ണിട്ട് നോക്കി കിച്ചണിലേക്ക് പോയി. അവളുടെ പോക്ക് കണ്ട് അലക്സും അമ്മുവും ചിരിച്ചുപോയി. ഇതിനോടകം തന്നെ നാൻസിയെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അലക്സ് ഒരു ചിരിയോടെ അമ്മുവിനെ നോക്കി നിന്നു. അമ്മുവിന് അവന്റെ മുഖത്ത് നോക്കാൻ പ്രയാസം തോന്നി. അവൻ പതിയെ നടന്ന് അവളുടെ അടുത്തേക്ക് വന്ന് കൈകൾ കെട്ടി അവളെ തന്നെ നോക്കി നിന്നു. അത് ലീന, അത് വെറുതെ. അവൾ അവനോട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. സോറി ഇച്ചായ, ഞാൻ ഐ ലവ് യു. അവൾ പറഞ്ഞു തീരും മുമ്പേ അവന്റെ ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. അമ്മു ആകെ വിറങ്ങലിച്ച് നിൽക്കുമായിരുന്നു. എന്താ ഇപ്പൊ സംഭവിച്ചത്? ഇച്ചയൻ എന്താ ഇപ്പൊ പറഞ്ഞേ? ഐ ലവ് യു എന്നല്ലേ പറഞ്ഞേ? ഇച്ചയൻ അങ്ങനെ പറയോ? ഇനി എനിക്ക് തോന്നിയതാണോ? അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കയ്യിലൊന്ന് നുള്ളി നോക്കി. ആ, വേദനിക്കുന്നല്ലോ. അപ്പൊ തോന്നിയതല്ലേ? അലക്സ് അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. അവളുടെ കിളിപോയുള്ള നിൽപ്പ് കണ്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ തോളി തട്ടി വിളിച്ചതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി. എന്നതാ അമ്മു, എന്നാ പറ്റി? അവന്റെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലുള്ള സംസാരം കേട്ട് അവൾ വീണ്ടും കൺഫ്യൂഷനിലായി. അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. എന്നാടോ, എന്നത്തിനാ താനിങ്ങനെ നോക്കുന്നേ? അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു. അത് അത് ഒന്നുമില്ല. പിന്നെ എന്നത്തിനാ താൻ ഇങ്ങനെ നോക്കുന്നത്? അത് പിന്നെ ഇച്ചാൻ ഇപ്പൊ എന്താ പറഞ്ഞേ? അവളുടെ ചോദ്യം കേട്ടതും അവന്റെ ചുണ്ടിൽ ഒരു കുസൃതിച്ചിരി വിരിഞ്ഞു. ഞാൻ പറഞ്ഞത് താൻ കേട്ടില്ലേ? അവൻ അതേ ചിരിയോടെ തന്നെ അവളോട് പറഞ്ഞു. അവന്റെ മറുപടി കേട്ടതും അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നുപോയി. ഞാൻ പറഞ്ഞത് സത്യം തന്നെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഒരുപാട്. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ ഇരു തോളിൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ആകെ അമ്പരന്ന് നിൽക്കുമായിരുന്നു. ഇച്ചായ, ഇച്ചായൻ എന്തൊക്കെയായി പറയുന്നേ? അവൾ പറഞ്ഞു കഴിയും മുന്നേ അവനെ ചൂണ്ടുവിരൽ അവളുടെ ചുണ്ടിന് കുറുകെ വെച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്. അവിടെ നീ ഡിവോഴ്സിയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറവുകളുണ്ടോ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. നിന്നെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നിന്റെ ഈ നിഷ്കളങ്കമായ മുഖവും അതിനേക്കാൾ നിഷ്കളങ്കമായ നിന്റെ മനസ്സും. അവളുടെ ഇരു കവളിലും കൈകൾ ചേർത്ത് വെച്ച് അവൻ പറഞ്ഞു കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവന്റെ നെഞ്ചൊന്ന് വെങ്ങി. അവൻ പതിയെ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. വിഷമിക്കേണ്ട, ഞാനുണ്ട് കൂടെ. ഇനി തന്നെ ഒറ്റയ്ക്കൊക്കെ എനിക്ക് കഴിയില്ല. സോ ഗെറ്റ് റെഡി ടു ബിക്കം അനാമി അലക്സ് മാത്യു as soon as possible. അതും പറഞ്ഞ് അവളുടെ കവളിലൊന്ന് തട്ടി ഒരു പുഞ്ചിരിയോടെ അവൻ നടന്നു നീങ്ങുമ്പോഴും അവന്റെ വാക്കുകളിൽ തറഞ്ഞു നിൽക്കാനേ അവൾക്ക് സാധിച്ചുള്ളൂ.